എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമൻ, ശ്രീ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഒരു 40 നിയോജകമണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. അവരൊപ്പം നോമിനേഷൻ ഫയൽ ചെയ്യാൻ പുറത്തുനിന്ന് ഒരു പിന്തുണയായിട്ട് വന്നിരിക്കുന്നത് രാജസ്ഥാനിൻ്റെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം ഭജൻലാൽ ശർമ്മയാണ്. അദ്ദേഹം നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട മണ്ഡലത്തിൻ്റെ നോമിനേഷൻ ടീമിൻ്റെ ഭാഗം ആയിട്ട് ഉണ്ടാവും. ശ്രീ ഭൂപേന്ദർ പട്ടേൽ, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി, മണലൂർ, നാട്ടിക, തൃശ്ശൂർ, പാലക്കാട് എന്നിവ മണ്ഡലത്തിൽ അദ്ദേഹം നോമിനേഷൻ്റെ ഭാഗമാവും. ശ്രീ പ്രേംചന്ദ് ഭൈരവ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, രാജസ്ഥാൻ, എലത്തൂർ, ബാലുശ്ശേരി മണ്ഡലങ്ങൾ നോമിനേഷൻ ടീമിൻ്റെ ഒപ്പമുണ്ടാവും. പിന്നെ നമ്മുടെ ബഹുമാനനായ ലോ മിനിസ്റ്റർ അർജുൻ റാം മേഘ്വാൾ, യൂണിയൻ മിനിസ്റ്റർ, കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നോമിനേഷൻ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് ഞാനും എൻ്റെ നോമിനേഷൻ ഫയൽ ചെയ്യാൻ 12 മണിക്ക് നേമത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വികാസ് ഭവൻ്റെ പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 10 കൊല്ലം ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ഒരവസ്ഥ, സാഹചര്യം. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ്, മറ്റേ എത്രയോ സ്ഥലത്ത് 10 കൊല്ലം LDF സർക്കാർ എന്ത് ചെയ്തു, അതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആ ഫയറിൻ്റെ കവറപ്പിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു വലിയ PR എഫേർട്ട് നടത്തിയ LDF സർക്കാർ നുണ പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നുണ പറഞ്ഞു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നുണ പറഞ്ഞു എന്ന് കൃത്യമായി ഇന്ന് പുറത്തു വരുന്നു. അവർ എല്ലാ പേഷ്യൻറ്റും സേഫാണെന്ന് ആണ് അവരുടെ PR മിഷനറി പുറത്തുവിട്ടത്. സത്യം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. 5 പേഷ്യന്മാർ അവിടെ മരിച്ചു. അവരുടെ കുടുംബങ്ങൾ പറയുന്നത് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം ഡിസ്കണക്ട് ചെയ്തു റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് പേഷ്യൻസ് 5 പേര് മരിച്ചു. അപ്പോൾ ഈ LDF സർക്കാരിൻ്റെ വാഗ്ദാനമായിരുന്നു എല്ലാം ശരിയാവും. ഈ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു എല്ലാം ശരിയാണ് എന്നത് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതൊരു കവറപ്പ് ചെയ്യാനായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വീണ ജോർജിനെ കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു, നാടകം ചെയ്യുന്നു, അതെല്ലാം നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കഴിവില്ലായ്മ കാണിച്ചതും ഇൻകോമ്പറ്റൻ്റ് ആയ ഒരു ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു വീണ ജോർജ്. വീണ ജോർജ് നയിക്കുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം കംപ്ലീറ്റ്ലി കൊളാപ്സ്, തകർന്ന് കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്, സഹിക്കുന്നത്. ഈ ഒരു അനാസ്ഥ ഒരു എക്സെപ്ഷനോ ഒന്നുമല്ല. ഈ കുറ്റകര അനാസ്ഥ ഒരു ജനറൽ റൂളായിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ജനങ്ങൾ സഹിച്ചത്. ഇത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, അതേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അല്ല, അതേ ആരോഗ്യ മേഖലയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് ഒരു
ഓപ്പറേഷൻ്റെ സമയത്ത് ഫോർസെപ്സ് ഒരു സ്ത്രീൻ്റെ ബോഡിയിൽ അവർ 4 കൊല്ലം അവിടെ ആക്സിഡൻ്റ് ആയിട്ട് വിട്ടത്. മിനിസ്റ്റർ പറയുന്നു ഞങ്ങൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും, പക്ഷേ സീറോ അക്കൗണ്ടബിലിറ്റി ഉള്ള സർക്കാരാണ് ഈ പിണറായി വിജയൻജിയുടെ സർക്കാർ. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, കഴിഞ്ഞ ദിവസം എത്ര ഉദാഹരണങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരു അവസരം തരുമ്പോൾ ഒരു സർക്കാരിൻ്റെയും ഒരു MLAൻ്റെയും ഒരു മന്ത്രിൻ്റെയും ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വ്യത്യാസം കൊണ്ടുവരാൻ. പക്ഷേ ഇവിടെ നടന്നത്, കഴിഞ്ഞ 10 കൊല്ലം നടന്നത് കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്. 108 ഡിഗ്രി വിപരീതം ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ. പക്ഷേ ഇവർ ശബരിമല കൊള്ളയാണോ? ശബരിമല കൊള്ള നടക്കുമ്പോൾ അതൊരു വീഴ്ചയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പേഷ്യൻറ്റുമാർ മരിക്കുമ്പോൾ ആരും മരിക്കുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീഴുമ്പോൾ അവിടെ ആരും പേഷ്യൻ്റൊന്നുമില്ല എന്ന് ഒരു PR മാത്രം ചെയ്യുന്ന ഒരു സർക്കാരാണ് നമ്മൾ കഴിഞ്ഞ 10 കൊല്ലം ജനങ്ങൾ സഹിച്ചത്, ജനങ്ങൾ ഇരയായത്. അപ്പോൾ ഇത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, വേറെ ഒന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എടുക്കാം. ഞാനേ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, അത് കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. ഈ നാട്ടിൽ നാണമില്ലാത്തൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ല, ഇത്ര കൊല്ലം CPMൻ്റെ ഒപ്പം 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരു ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ ഇരിക്കുന്ന കോൺഗ്രസ് ആണ് ഇത് പറയുന്നത്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ CPM കോൺഗ്രസും ഒരുമിച്ചൊരു പൊളിറ്റിക്കൽ അലയൻസിലാണ്. ഇത് ആരെ വെടിയാക്കുന്നത്? ഇവരെ ഒരു കംപ്ലീറ്റ് അസംഷൻ. ഇത് രാഹുൽ ഗാന്ധി മുതൽ സതീശൻ്റെ ഒരു കംപ്ലീറ്റ് അസംഷനാണ്. ജനങ്ങളോട് എന്തെങ്കിലും പറയാ, ജനങ്ങളത് വിശ്വസിക്കും, അവരെ വിഡ്ഢിയാക്കുക, പിന്നെ നമ്മളെ രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ചെയ്യുക, പവർ പിടിക്കുക, അഴിമതി ചെയ്യുക, പിന്നെ ആ സൈക്കിൾ അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയുന്നത്, കേരളത്തിൽ ഇനി നടക്കില്ല. ഇത് കോൺഗ്രസ് പാലക്കാടിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്താണ് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് BJP മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ നല്ല ഒരു ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരു ജനകീയ ഒരു ലീഡറാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് കണ്ട് മനസ്സിലാക്കി പേടിച്ച് ആണ് ഈ ഒരു കുപ്രചരണം കോൺഗ്രസ് നടത്തുന്നത്. അതിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾക്ക് കമ്പീറ്റ് ചെയ്യണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്തു എന്ന് കൃത്യമായി പറയാൻ ധൈര്യം ഉണ്ടാവണം. ഈ KC വേണുഗോപാലും BD സതീശൻ ചെയ്യുന്ന TV മാധ്യമ സുഹൃത്തു വഴി കുപ്രചരണം നടത്തി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വെടിയാക്കാനും ഒരു ശ്രമം ഈ ഇലക്ഷനിൽ നടക്കില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് BJP NDA എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് എല്ലാം കംപ്ലീറ്റ് ആവും. അതെ, ഞങ്ങളുടെ ഒരു 99% സ്മൂത്തായി പോയിട്ടുണ്ട്. എല്ലാവർക്കും സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, അത് ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകും എന്ന് ഞങ്ങൾക്കൊരു സംശയവുമില്ല. അല്ല, നോക്കൂ, അല്ല, വർക്കല BDJസിന് സീറ്റ് കൊടുത്തു. അത് ഞങ്ങളെല്ലാവരും ഇരുന്ന് തീരുമാനിച്ചിട്ടാണ് ഈ NDA സീറ്റ് ഷെയറിംഗ് എല്ലാം നടന്നത്. നോക്കൂ, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും കുറച്ചെല്ലാം ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. എനിക്കിപ്പോൾ നിയമം കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാവും.
അതൊരു നോർമൽ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, എല്ലാവരോടും സംസാരിക്കുന്നത്. ആ ഡിസപ്പോയിൻമെൻ്റ് എല്ലാം ഒരു ഒരു ദിവസം ഉണ്ടാവും. പക്ഷേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം, NDAൻ്റെ എല്ലാ പ്രവർത്തകരുടെയും BJPൻ്റെ എല്ലാ പ്രവർത്തകരുടെയും ലക്ഷ്യം മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു പുതിയ വികസനത്തെ രാഷ്ട്രീയം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. നിയമത്തിലും മറ്റ് 139 നിയോജക മണ്ഡലത്തിലും പ്രധാന എതിരാളി ഈ പഴയ CPM കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയത്തിനെ മാറ്റാനും വികസനമില്ലായ്മ മാറ്റി വികസനം കൊണ്ടുവരാനാണ് BJP NDA ക്യാമ്പയിൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ഞങ്ങളും പറയുന്നു. അപ്പോൾ അതിൽ വലിയ എതിരാളിയോ ചെറിയ എതിരാളിയോ ഞങ്ങൾ കാണുന്നില്ല. രണ്ടുപേരും ഇന്ത്യ അലയൻസ് മുന്നണിയുടെ ഭാഗമാണ്. ഒരുമിച്ച് നാടിനെ നശിപ്പിച്ച രണ്ട് പാർട്ടികളാണ്. അവർ രണ്ടുപേരെയും ഈ പോളിറ്റിക്സിന് മാറ്റിവെച്ച് ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാനാണ് BJP NDA മത്സരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.